മമ്മൂക്കയോടൊപ്പം താപ്പാന, ജയറാമിനൊപ്പം മാന്ത്രികൻ എന്നീ ചലച്ചിത്രങ്ങൾക്ക് ശേഷം വി ബോസിന്റെ ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ് എന്ന ഈ സിനിമയിലെ താങ്കളുടെ കഥാപാത്രത്തെക്കുറിച്ചൊന്ന് പറയാം. ഈ സിനിമ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന കുറച്ച് ഹ്യൂമറായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അറിയാമല്ലോ, ലാലേട്ടൻ ഹീറോ ആയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടാവും. ഞാൻ ഈ പടത്തിൻ്റെ മൊത്തത്തിൽ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളും സബ്ജക്റ്റുകളും നമ്മുടെ തെങ്കാശി പട്ടണത്തിൻ്റെ ഒരു മൂഡൊക്കെ ഉണ്ടല്ലോ, ആ ഒരു മൂഡൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏകദേശം അതിനോട് അടുത്ത് നിൽക്കാവുന്ന തക്കവണ്ണമുള്ള കോമഡിയൊക്കെ ഉള്ളൊരു നല്ലൊരു സിനിമയാണ്. ഇതിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് സിംഗം പുലിരാജ് എന്നാണ്. ഇയാൾ ASI ആണ്. ഇവിടെ SI ചാർജ് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇയാൾക്കാണ് ഇവിടുത്തെ ഫുൾ ചാർജ്. അതുകൊണ്ട് ഈ നാട്ടിൽ ഇങ്ങേര് പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുക. ഇങ്ങനൊരു കവി കൂടിയാണ്. അപ്പം ഇങ്ങനെ എഴുതുന്ന പൊട്ട കവിതകളൊക്കെ എല്ലാവരും പാടി കേൾപ്പിക്കുക, അങ്ങനെ ഇയാൾ ആള് കളിക്കാനൊക്കെ ഉള്ളതാണ്. അങ്ങനെ വെറുതെ ഒരു ASI അല്ല. ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാം പറഞ്ഞാൽ നീ സ്വന്തമായിട്ട് ഇത് തയ്പ്പിച്ച് വെച്ചേക്കാണെന്നൊക്കെ ചോദിക്കുന്നൊരവസ്ഥയിൽ ഞാൻ ഈ അടുത്ത് വന്ന പോലീസ് വേഷങ്ങളൊക്കെ വളരെ എന്തെങ്കിലുമൊക്കെ സൂത്രത്തിലൊക്കെ പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ സബ്ജക്റ്റ് ബോസേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇത് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നിയത് ഈ കഥയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിൽ വേണിച്ചേട്ടൻ അവതരിപ്പിക്കുന്ന ലാലേട്ടൻ്റെ അച്ഛൻ കഥാപാത്രമാണ് നെടുമുടി വേണിച്ചേട്ടൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വേണിച്ചേട്ടൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് അദ്ദേഹം. വേണിച്ചേട്ടൻ്റെ കൂടെ നിന്നിട്ട് വേണിച്ചേട്ടൻ്റെ ഇഷ്ടങ്ങളെല്ലാം പ്രോത്സാഹിപ്പിച്ച് മകൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വേണിച്ചേട്ടനെതിരാണ് ചില കാര്യങ്ങൾക്കൊക്കെ. അതിനൊക്കെ വേണിച്ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വേണിച്ചേട്ടൻ്റെ കൂടെയാണ് ഇദ്ദേഹം കൂടുതൽ ഇങ്ങനെ നിൽക്കുന്നത്. വേണിച്ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഫാമിലിയായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് പുള്ളി. നാട്ടുകാരോടെല്ലാം ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനെ പേടിയൊന്നുമില്ല നാട്ടുകാർക്ക്. ഇപ്പോൾ നാട്ടുകാരോട് ഇദ്ദേഹം അതുപോലെയാണ് പെരുമാറുന്നത് യാസി. അങ്ങനെ ത്രൂ ഔട്ട് വരുന്ന കഥയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ASI സിംഗം പുലിരാജ്. മലയാളത്തിലെ പ്രമുഖ സംവിധായകനായ സത്യൻ അന്തിക്കാടിനോടൊപ്പം കടലിനെ പശ്ചാത്തലമാക്കി എടുത്ത പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിൽ വളരെ ശ്രദ്ധേയമായൊരു വേഷമാണ് ധർമ്മജൻ ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൽ പുതിയ ചിത്രമായ ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പോസ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ അങ്ങയുടെ കഥാപാത്രം എന്താണ്? എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജോമോൻ. ഇത് ലാലേട്ടനും നെടുമുടി വേണിച്ചേട്ടനും നടത്തുന്നൊരു സൗണ്ട്സ് ഉണ്ട്. ഇതിൽ അവർ ഈ മാലാക സൗണ്ട്സ് എന്ന് പറഞ്ഞൊരു സൗണ്ട്സ് നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സ്ഥാപനത്തിലെ ജോലിക്കാരനാണ്. അതുകൂടാതെ ലാലേട്ടൻ്റെ ഒരു ഇടങ്കയും വലങ്കയും പോലെയാണ് ഞാനും ടിനി ടോമും ഈ ചിത്രത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും. പക്ഷേ ഞങ്ങൾ നെടുമുടി വേണിച്ചേട്ടനുള്ള ക്യാരക്ടർ മകനെ കൊണ്ട് പരീക്ഷ എഴുതി ജയിപ്പിക്കാൻ നോക്കുന്നൊരു കഥാപാത്രമാണ്. ഈ പുള്ളി 10ാം ക്ലാസ് പരീക്ഷ പാസ്സായാലേ കല്യാണം പോലും കഴിപ്പിച്ചു കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ ഒരു നിലപാടുകൾ. ആ നിലപാടുകൾ ഞങ്ങൾ ഇദ്ദേഹത്തെ ഈ 10ാം ക്ലാസ് ജയിപ്പിക്കാനും അതിനുവേണ്ടി പുള്ളി എന്ത് കാണിച്ചാലും അതിൻ്റെ കൂടെ ഞാനും ടിനി ടോമും ഉണ്ട്. അതിനെ എതിർത്താൽ ഞങ്ങൾ അപ്പനെ എതിർക്കും. അപ്പനാണെന്ന് നോക്കൂല. ഞങ്ങൾ ഐസക് ന്യൂട്ടൻ്റെ കൂടെയാണ്, ഫിലിപ്പോസിൻ്റെ കൂടെ അല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് നല്ല ഓളങ്ങളുണ്ട്. ഓളമുള്ള ഒരു പടമായിരിക്കും ഇത്. പിന്നെ ഈ സിനിമയിലൂടെ ഒരു 3 പേര് മലയാള സിനിമയിലേക്ക് വരുന്നു. 2 തിരക്കഥാകൃത്തുകൾ, ഹരീഷ്, ഉണ്ണി എന്ന് പറഞ്ഞ 2 തിരക്കഥാകൃത്തുക്കളാണ് ഇതിൻ്റെത്. ബോസ് എന്ന് പറഞ്ഞ സംവിധായകൻ വരുന്നു. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു 3 പേരെ കൂടി സംഭാവന ചെയ്യുന്നു. നല്ല രീതിയിലാണ് ഇവർ എഴുതിയേക്കുന്നത്. നമ്മൾ ഒരു സീൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. കോമഡി വർക്കൗട്ട് ആവുന്ന കോമഡികളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. നല്ലൊരു ഓളം പടമായിരിക്കും. മഹത്തായ പടത്തിൽ പാപ്പിയപ്പച്ചയിലെ കോമഡി വേഷത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ തീരങ്ങളിലൊരു കഥാപാത്രം, അതിൽ നിന്നും ഇപ്പോൾ ഈ സിനിമയിലെ മറ്റൊരു വ്യത്യസ്തമായ കഥാപാത്രം. എന്താണ് ഇതുവരെയുള്ള അഭിനയ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? ഞാൻ വരുന്ന സിനിമകളെല്ലാം ഒന്നാമത് പേടിയായി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഒരു ലൊക്കേഷനിൽ നിന്ന് അപ്പുറത്തെ ലൊക്കേഷനിലേക്ക് പോവുക, ഈ 2 ദിവസം തെറ്റിച്ചിട്ട് 5 മണിക്ക് ഇവിടെ നിന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കുക. ഇതിനിടയിൽ നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഇതിന് കൊള്ളാത്ത വിധത്തിലൊക്കെയാണ് പോകുന്നത്. പാപ്പിയപ്പച്ച എന്ന ചിത്രം ചെയ്യുമ്പോഴും ഞാൻ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പോകുമായിരുന്നു. ദിലീപേട്ടനോട് ചോദിച്ചിട്ടൊക്കെ 1-2 ദിവസമൊക്കെ പോകുമായിരുന്നു. അവിടെ നിങ്ങളുടെ പിന്നെ ഇപ്പോൾ TV പ്രോഗ്രാം എന്നുള്ള സംഭവത്തേക്ക് ഒന്നും പോകാതെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൂടുതലും സമയം കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ വീട് കിട്ടുന്ന ഡേറ്റുകൾ ഉണ്ടെങ്കിൽ പ്രോഗ്രാമിന് പോകുന്നു. കഥാപാത്രങ്ങളുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പാപ്പിയപ്പച്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞു. ഇത് എൻ്റെ 17ാമത്തെ ചിത്രമാണ്. എന്നാലും വ്യത്യസ്തത എന്ന് പറയാൻ പറ്റില്ല. എന്നാലും എനിക്കൊരു ഈ വർഷം കിട്ടിയൊരു ഭാഗ്യമാണ് സത്യൻ അന്തിക്കാടിൻ്റെ പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത്. ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചാൻസ് ചോദിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് സത്യൻ അന്തിക്കാടിനോടായിരിക്കും എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ. ചാൻസ് ചോദിക്കാൻ സമ്മതിച്ചില്ല. സാറപ്പത്തിനെ വിളിച്ചു. നല്ലൊരു ചിത്രം, അത് ശാരംഗൻ എന്നുള്ളൊരു കഥാപാത്രമായിരുന്നു. അതിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പടം നല്ല രീതിയിൽ പോകുന്നു. അതൊരു വലിയ സന്തോഷമാണ്. അത്
ഒരു ഭാഗ്യമാണ്. ഒരു മിമിക്രിക്കാരൻ എന്നുള്ള നിലക്ക് സത്യനന്ദിക്കാടിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ, ഒരു നല്ല വേഷം അഭിനയിക്കാൻ കഴിഞ്ഞൊരു ഭാഗ്യമാണ്. Jai Hind TV, for the family, for the nation. ചാപ്പാക്കുരിശ്, ഉന്നം, സ്വപ്നസഞ്ചാരി തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിലെ മികവുറ്റ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരാളാണ് സുനിൽ സുഗത എന്ന താങ്കൾ. ഈ ചിത്രത്തിൽ അങ്ങ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാം. ഈ ചിത്രത്തിൽ ഞാൻ വളരെ തീരെ ചെയ്യാത്ത തരത്തിൽ വ്യത്യസ്തമായൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. പേര് കള്ള് ശശി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആളൊരു കള്ളുകൂടിയനാണ്. അതായത് ലാൽ അവതരിപ്പിക്കുന്ന ഐസക് ന്യൂട്ടനും മറ്റേ നെടുമുടി മേടിച്ചേട്ടനും അവതരിപ്പിക്കുന്ന ഫിലിപ്പ് ബോസിൻ്റെയും സന്തത സഹചാരിയായ ഒരു കൂട്ടുകാരനാണ്. ഇവരോടൊപ്പം എല്ലാതരം കുഴപ്പങ്ങളിലും എല്ലാതരം പ്രശ്നങ്ങളിലൊക്കെ വളരെ സജീവമായി ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കള്ള് ശശി. വളരെ രസകരമായ കഥാപാത്രമാണ്. ഞാൻ എൻ്റെ ഒരു വേഷം കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു വേഷത്തിൽ ഞാൻ ആദ്യമായിട്ടാണ്. ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇനി നിരവധി ചിത്രങ്ങളിൽ വരാനിരിക്കുന്ന നിരവധി ചിത്രങ്ങളിലും കുറേ കഥാപാത്രങ്ങളെ, മികവുറ്റ കഥാപാത്രങ്ങളെ താങ്കൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് മൊത്തത്തിലുള്ള ഇതുവരെയുള്ള അഭിനയ ജീവിതത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഞാൻ ബേസിക്കലി ഞാൻ ഒരു തിയേറ്റർ പേഴ്സണാണ്. അതായത് നാടകരംഗത്ത് നിന്ന് വന്നതാണ്. അമേച്വർ നാടകരംഗത്തായിരുന്നു. തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള രംഗചേതന എന്ന് പറഞ്ഞ വളരെ അടുത്താണ് സിനിമയിലേക്ക് വന്നത്. ആദ്യ സിനിമ ബെസ്റ്റ് ആക്ടറാണ്, ഏകദേശം 2 കൊല്ലം മുമ്പ്. അതിനുശേഷം കുറച്ച് ചിത്രങ്ങൾ ചെയ്തു. ചാപ്പാക്കുരിശിലെ കുറച്ച് ലങ്കിയിലോടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചില ചിത്രങ്ങൾ വരാൻ പോകുന്നതിന് ത്രൂ ഔട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ഇനി വരാൻ പോകുന്ന ജവാൻ ഓഫ് വെള്ളിമലയിലെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇഡിയറ്റ്സ് എന്ന സിനിമയിൽ ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ട് ഒരു മുഴുവൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചിത്രങ്ങൾ അണിയറയിലും അങ്ങനെ വരുന്നു. സദാനന്ദന്റെ സമയത്തിലൂടെ കടന്നുവന്ന ഒരു ബാലതാരമായി ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് ആദിൽ. ആദിൽ വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ ചെയ്യുന്നത്. ഈ കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാം. ഞാനിപ്പോൾ ചെയ്യുന്ന കഥാപാത്രം ജോണി എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അത് ഈ സിനിമയിലെ ലാൽ സാർ, അതായത് ഐസക് ന്യൂട്ടൻ അവതരിപ്പിക്കുന്ന ഒരു SLC എഴുതുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ SLC പാസ്സായാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ SLCക്ക് വേണ്ടി പുള്ളിയെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു ഗുരുനാഥന് തുല്യമാണ് ഞാനിതിൽ ചെയ്യുന്നത്. വളരെ നല്ലൊരു കഥാപാത്രമാണ്. ഞാൻ ഒരുപാട് ഹ്യൂമറും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ പെർഫോം ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സിനിമയാണ്. കാരണം മൊത്തം ഹ്യൂമറാണ്. പാട്ട് സിനിമ നല്ല എല്ലാം ഫുള്ളി ഹ്യൂമറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. വളരെ നല്ല സംഭവം. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ മറ്റു ചിത്രങ്ങളെ കുറിച്ചൊന്ന് പറയാം. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സദാനന്ദൻ്റെ സമയമാണ്. സിദ്ദിഖേൻ്റെ മകൻ. അന്ന് ഞാൻ ചെറുതാണ്, എനിക്കെന്തോ 4 വയസ്സ് എന്തോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പട്ടണത്തിൽ ഭൂതം ചെയ്തു, പിന്നെ ഹരിഹർ നഗർ ചെയ്തു. 5-8 മാസം കൊണ്ട് ഞാൻ പഠിപ്പിൽ കോൺസെൻട്രേറ്റ്, അതായത് SLC ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ 5-8 മാസത്തിന് ശേഷമുള്ളൊരു ഫസ്റ്റ് ഫിലിമും കൂടിയാണ്. അപ്പോൾ ഇത്രയും നാൾ ബ്രേക്ക് ചെയ്തിട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. പിന്നെ ഈ അടുത്ത് ലാസ്റ്റ് ഞാൻ ചെയ്ത് ഉറുമിയാണ്. സന്തോഷം സാർ അതിൽ പ്രഭുദേവയുടെ ചെറുപ്പമായിട്ട് ചെയ്തു. അതാണായിട്ട് ഞാൻ അവസാനം ചെയ്ത പടം. അപ്പോൾ 5-8 മാസമായിട്ടുള്ളൊരു ആ ബ്രേക്ക് ചെയ്യുന്നതിന് ശേഷം ഒരു നല്ലൊരു പെർഫോം ചെയ്യാനുള്ളൊരു കഥാപാത്രത്തെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. വളരെ നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു. പകൽ വെളിച്ചം പൊലിഞ്ഞതോടുകൂടി ഐസക് ന്യൂട്ടൻ സൺ ഓഫ് ഫിലിപ്പോസ് എന്ന ചിത്രത്തിന്റെ ഗാന ചിത്രീകരണ രംഗം ഇന്നിവിടെ പൂർത്തിയാവുകയാണ്. മലയാള സിനിമയിലെ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി നമുക്ക് വീണ്ടും അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.